എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ സ്വന്തം മാർസികാർഡിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ചന്ദ്രേഷ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അതെന്താന്ന് വെച്ചാൽ നമ്മുടെ ഓർക്കിഡ് വളർത്തുന്ന എല്ലാവർക്കും ഗുണകരമായ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഈ ഒരു വീഡിയോ ചെയ്തിരുന്നു. വീണ്ടും കുറെ ആൾക്കാർക്ക് സംശയം എന്നെ വിളിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾക്കെല്ലാം ഉപകാരപ്രദമായ ഒരു വീഡിയോയാണിത്. അത് നിങ്ങൾ മാക്സിമം ഈ ഒരു അവസരം ഉപയോഗിക്കുക. ഇതാരും നമുക്ക് സൗജന്യം തരുന്നതല്ല, ഇതൊക്കെ നമ്മുടെ അവകാശമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ അത് ചോദിച്ചു വാങ്ങിക്കാൻ എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ എന്താ കാര്യം എന്നൊക്കെയല്ലേ, അപ്പം അത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഓർക്കിഡ് വളർത്തുന്നവർക്ക് അല്ലെങ്കിൽ നമ്മൾ ചെടികൾ വളർത്തുന്നവർക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയുണ്ട്. അതിന്റെ പേരാണ് SHM, ഹോർട്ടിക്കൾച്ചർ മെഷീനുമായിട്ട് കേന്ദ്ര ഗവൺമെന്റും ചേർന്ന് നടപ്പാക്കുന്ന ഒരു സബ്സിഡി പദ്ധതിയാണിത്. ഇത് നമുക്ക് അതിന്റെ ആനുകൂല്യം ലഭിക്കണമെങ്കിൽ നമുക്ക് ചില കൃഷിഭവൻ 250 പ്ലാന്റിന് ഈ ഒരു സബ്സിഡി കൊടുക്കുന്നുണ്ട്. നോർമലി 500 പ്ലാന്റെങ്കിലും ഉള്ളവർക്കാണ് സാധാരണ ചിലടങ്ങൾ കിട്ടുക. അത് ഓരോ കൃഷിഭവനെ ബേസ് ചെയ്തിരിക്കും. അപ്പോൾ മിനിമം 500 പ്ലാന്റെങ്കിലും ഉള്ള നമുക്ക് ഒരു സബ്സിഡി എമൗണ്ട് കിട്ടും. അത് നമ്മൾ ഒരു കാരണവശാലും തിരിച്ചടയ്ക്കണ്ട. ഇപ്രാവശ്യം ഒരു സന്തോഷ വാർത്തയുണ്ട്. കഴിഞ്ഞ വർഷം വരെ 20,000 രൂപയായിരുന്നു നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന എമൗണ്ട്. ഇപ്രാവശ്യം അത് 25,000 ആക്കിയിട്ടുണ്ട്. 2,000 പ്ലാന്റ് വരെ നമുക്ക് ഈ സബ്സിഡി കിട്ടും. ഇത് നമുക്ക് ഒരു ചെറിയ വരുമാന മാർഗം ഉണ്ടാക്കാനായിട്ട് കേന്ദ്ര ഗവൺമെന്റ് തരുന്ന ഒരു പദ്ധതിയിൽ ഉള്ള ഒരു സബ്സിഡിയാണ്. ഈ ക്യാഷ് ഒരു കാരണവശാലും തിരിച്ചടയ്ക്കേണ്ടതില്ല. നമുക്ക് അതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റുന്ന പ്ലാന്റുകൾ ഓർക്കിഡിന്റെ എല്ലാ വെറൈറ്റിയും പറ്റും, ആന്തൂറിയം പറ്റും, ജറബറ പ്ലാന്റ് പറ്റും, ഹെലിക്കോണിയ എന്ന് പറഞ്ഞ പ്ലാന്റ് പറ്റും. അതായത് കട്ട് ഫ്ലവർ കൂടിയാണ്. കട്ട് ഫ്ലവർ സെയിൽ ചെയ്യാനായിട്ടാണ് അവർ ഈ ഒരു സബ്സിഡി നമുക്ക് അനുവദിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഫ്ലവർ കട്ട് ചെയ്യാതെ നമുക്ക് പ്ലാന്റ് വിൽക്കുന്നവർക്കും ഈ സബ്സിഡി ആനുകൂല്യം ബാധകമാണ്. അവർക്കും ഇതിനെ അപേക്ഷിക്കാം. ഇനി ചിലർക്ക് സംശയം ഉണ്ടായിരിക്കും, എനിക്ക് ഇത്രയും പ്ലാന്റ് വെക്കാനുള്ള സ്ഥലം ഇല്ലല്ലോ, ഷെഡില്ല, ഞാൻ എവിടെ കൊണ്ട് വെക്കും ഇത്രയും 500 പ്ലാന്റ് വാങ്ങിയാലെന്ന്. അതിനും വിഷമിക്കേണ്ട, നമുക്ക് അതിന് സബ്സിഡി ഉണ്ട്. മിനിമം 500 സ്ക്വയർ മീറ്റർ, 500 അല്ല 100 സ്ക്വയർ മീറ്റർ ഇതിന് അവർ സബ്സിഡി തരും. ഇനി 100 സ്ക്വയർ മീറ്റർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല, സാമ്പത്തിക പ്രശ്നം നിങ്ങളെ അനുവദിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 50 സ്ക്വയർ മീറ്റർ ചെയ്താലും മതി. അതിന്റെ പകുതി എമൗണ്ട്, ഇപ്പൊ നമുക്ക് 50 സ്ക്വയർ മീറ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 40,000 രൂപ ചെലവായെങ്കിൽ അത് 20,000 രൂപ അതിന് സബ്സിഡി കിട്ടും. ഈ ക്യാഷുകളൊന്നും നമ്മൾ ഒരു കാരണവശാലും ആർക്കും തിരിച്ചു കൊടുക്കേണ്ടതല്ല. പിന്നെ ചെയ്യേണ്ടത്, സബ്സിഡി വാങ്ങിച്ചിട്ട് ചെടികളൊന്നും ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ ആ ക്യാഷ് തിരിച്ചടക്കേണ്ടി വരും. നമ്മൾ ഈ ചെടി ഇപ്പം 500 പ്ലാന്റിനാണ് നമ്മൾ സബ്സിഡി വാങ്ങിക്കുന്നതെങ്കിൽ നമ്മൾ ആ പ്ലാന്റ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. നമ്മുടെ പ്ലാന്റ് ഉണ്ടാവണം, നമ്മൾ അത് സെയിൽ ചെയ്യണം. ഇതെല്ലാം അവര് ഇടയ്ക്ക് വന്ന് ചെക്ക് ചെയ്യും. പിന്നെ നമ്മുടെ കയ്യിലുള്ള പ്ലാന്റ് ഇതിനകത്ത് ഉൾപ്പെടുത്താം. പക്ഷേ ഒരു കാര്യം, നമുക്ക് മാർച്ച് 31 ശേഷം, അതായത് ഈ സാമ്പത്തിക വർഷം ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് തുടങ്ങുന്നത്. അപ്പൊ നമ്മൾ ഇപ്പോൾ സ്കീമിന് അപേക്ഷിക്കുന്നവർ ഏപ്രിൽ 1 മുതലുള്ള ബില്ലുകൾ അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. പ്ലാന്റ് വാങ്ങിച്ച ബില്ല് അവർക്ക് കൊടുത്താലേ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആയിരിക്കും ക്യാഷ് എത്തുക. അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തിയാൽ എല്ലാവർക്കും അതൊരു നേട്ടം തന്നെയായിരിക്കും. എല്ലാ വർഷവും ഇതുള്ളതാണ്. നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങളുടെ കൃഷിഭവൻ മുഖാന്തരം ഇത് ഒന്ന് അന്വേഷിക്കുക. എന്നിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ സഹായങ്ങളോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ ബാക്കി കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഞാനൊരു വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ചെടി ഈ മഴക്കാലത്ത് നോക്കിയില്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന പണികളാണ്. അത് ഇവിടെ ഒരാൾ ഇരിപ്പുണ്ട് നമ്മുടെ ഒരു ചെടിയിൽ, കാണാവോ? ഇങ്ങനെയുള്ള പല സാധനങ്ങളുമാണ് നമ്മുടെ ചെടി നശിപ്പിക്കാൻ. അതൊന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. അതിനിപ്പോ എന്തേലും പിടിച്ചെടുത്തിട്ട് കൊന്നുകളയേ മാർഗമുള്ളൂ. അപ്പോൾ ഈ ഒരു സ്കീം നിങ്ങൾക്ക് ഉപകാരപ്രദമായി നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നാളെ തന്നെ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെടുക. ഇതൊന്നും ഒരു കാരണവശാലും നമ്മൾ ഇത് അന്വേഷിക്കാതെ നമ്മളുടെ മടി കൊണ്ട് നമുക്ക് കിട്ടാതെ വരരുത്. അതുകൊണ്ടാണ് വീണ്ടും ഈ ഒരു സംശയവുമായിട്ട് ആൾക്കാർ എന്നെ വിളിക്കുന്നത് കൊണ്ടാണ് ഞാൻ വീണ്ടും ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ പറഞ്ഞത്, നിങ്ങൾ ഒരു കാരണവശാലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുതെന്ന്. അപ്പോൾ എത്രയും പെട്ടെന്ന് നാളെ തന്നെ കഴിയുമെങ്കിൽ നിങ്ങൾ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെടുക. എന്നിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ ഞാൻ എനിക്കറിയാവുന്നതിന്റെ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കുമായി ഷെയർ ചെയ്യാം.
എന്നെ കൊണ്ട് പറ്റാവുന്നതിന്റെ മാക്സിമം സഹായങ്ങൾ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം. അതായത് എല്ലാവർക്കും ആനുകൂല്യം കിട്ടട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉപകാരപ്രദമായി നിങ്ങൾക്ക് തോന്നിയാൽ അത് നിങ്ങളുടെ ഒരു ലൈക്കിൽ കൂടി അറിയിക്കുക. പിന്നെ ഒരു കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ഇപ്പൊ നമുക്ക് പുതിയൊരു ഓപ്ഷനാണ് യൂട്യൂബിൽ വന്നിരിക്കുന്നത്. ലൈക്ക് ചെയ്യുമ്പോൾ താഴെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ വരും. നിങ്ങൾ ദയവ് ചെയ്ത് ഹൈപ്പും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. അപ്പോൾ വീണ്ടും ഗുണകരമായ മറ്റൊരു വീഡിയോയിൽ കൂടി കണ്ടുമുട്ടാമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ പൂർത്തിയാക്കിയാണ്.